സ്ത്രീകളിങ്ങനെ അഴിഞ്ഞാടാൻ പാടില്ല, അത് ലോകത്തിന് നാശമാണ് എന്ന് പണ്ട് പറയുന്നത് ഇപ്പോഴും പറയുന്നുണ്ട്, എപ്പോഴും പറയണം. അല്ലെങ്കിൽ രാജ്യം തന്നെ പ്രസാദമായി പോകും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ സ്ത്രീകളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിൽ ചില സുന്നി പണ്ഡിതന്മാർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ പൊതുരംഗത്ത് ഇങ്ങനെ വന്ന് സമരങ്ങളിൽ പിന്നെ ഇതുപോലുള്ള പ്രകടനങ്ങളിലൊക്കെയുള്ള സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ച്. വാസ്തവത്തിൽ സ്ത്രീകളുടെ ഈ പൊതുരംഗത്തെ അപ്പോൾ താങ്കളുടെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രസ്താവനകളാണ് പണ്ട് വിവാദമാവാറ് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇസ്ലാമിക കാഴ്ചപ്പാട് സ്ത്രീകൾ അങ്ങനെ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് ഈ കഴിഞ്ഞ ആഹ്ലാദ പ്രകടനങ്ങളിൽ ചില സ്ഥലത്തൊക്കെ അതിന് കവിഞ്ഞ് ഉണ്ടായി എന്നറിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളതിന് ഉത്തരവാദപ്പെട്ട നേതാക്കളോട് അത് സംബന്ധമായി സംസാരിച്ചിട്ടും ഉണ്ട്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് പണ്ഡിതന്മാരുടെ ചുമതല തന്നെ. അതെ, ഇന്ന് മാനവികതയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യങ്ങളായിട്ടാണ് സംസ്ഥയുടെ പരിപാടികളായിക്കോട്ടെ, കേരള യാത്രകളായിക്കോട്ടെ ഒക്കെ പോകുന്നത്. എന്നാലും അതേ സമയത്ത് തന്നെയാണ് പറയുന്നത് സലഫികളോട് അല്ലെങ്കിൽ വഹാബികളോട് സലാം പറയുന്നത് പോലും നമ്മൾ ഇതാക്കില്ല. അത് അപ്പോൾ അതൊരു രണ്ട് ഇതായിട്ട് പോകുന്നില്ലേ? അല്ലെങ്കിൽ അത്രമാത്രം വിരോധം വെക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഒരു ചാപ്പ കുത്തലല്ലേ സലഫികൾ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഇവിടെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CPM നിന്ന് സസ്പെൻഡ് ചെയ്തു, ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും അവരെ സജീവ പ്രവർത്തകന്മാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. സസ്പെൻഡിൻ്റെ അർത്ഥം മടക്കിയെടുക്കാൻ പറ്റിയാൽ മടക്കിയെടുക്കാം, ഇപ്പം അവരുമായി ബന്ധമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അത് ഈ സുന്നി അല്ലാത്ത പുതിയ ആശയം കൊണ്ടുവരുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അപ്പുറത്തിൻ്റെ അർത്ഥം. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയുന്നതല്ലേ അല്ലേ? ഇപ്പോൾ CPM എത്ര ആളുണ്ട് സസ്പെൻഷൻ ചെയ്യിക്കുന്നവർ? CPI എത്ര ആൾ സസ്പെൻഡ് ചെയ്തു? മുമ്പ് മന്ത്രിയായിരുന്ന ആളുകൾ വരെ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുമായിട്ട് അകന്ന് നിൽക്കാന്ന് തന്നെയല്ലേ? അതുപോലെ തന്നെ ഇതും. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ സുന്നിയിലൊക്കെ മടങ്ങി വന്നിട്ടുണ്ട്, പാർട്ടിയൊക്കെ മടങ്ങി പോയ. അല്ല, മുജാഹിദുകളുമായിട്ടുള്ള ബന്ധത്തിൽ അത് ആശയപരമായിട്ടാണ് എതിർക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല എന്ന് പറയാറുണ്ട്. ആ വ്യക്തിയെ അല്ല, ഉറപ്പ് തീർച്ച. അതാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിൻ്റെ സസ്പെൻഷൻ ഉദാഹരണം പറഞ്ഞത്. അവർ CPI കുറേ ആളെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത ആളുകളെ വ്യക്തി അല്ല, അവർ ചെയ്തത് പാർട്ടിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കല്ലോ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ല, അവരോട് സലാം പറയരുത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സലാം പറയലും അങ്ങനെ പല ചിട്ടകളുണ്ട് സുന്നികൾക്ക്. അത് നിർത്തുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുമല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ശരിയല്ല, ഞാൻ സമുദായത്തിൻ്റെ കൂടെ ഉണ്ടാവേണ്ടവനാണ് എന്ന് മനസ്സിലാക്കി അവർ ആ മോശമായ ആശയത്തിൽ നിന്ന് മടങ്ങും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മടങ്ങിയിട്ടുണ്ട്. താങ്കൾ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ്. അപ്പം ഇപ്പോൾ 12 വർഷമായിട്ട് BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ അവസ്ഥകൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് താങ്കളതിനെ വിലയിരുത്തുന്നത്? ഒരു പേടി ഉണ്ടായിരുന്നു, BJP ഭരിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സേഫ് അല്ല, ആയിരിക്കില്ല. ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ ഞങ്ങൾ ഡൽഹിയിൽ പലപ്പോഴും യോഗം ചേരാറുണ്ട്. അതിൽ ഇന്ത്യ രാജ്യത്തുള്ള മറ്റു വലിയ ഓരോ തരത്തിലുള്ള മുഫ്തിമാരെല്ലാം ആ യോഗത്തിൽ വരികയും യോഗത്തിൽ വന്നിട്ട്
ഇവിടെ മുസ്ലിംകൾക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവർക്ക് കിട്ടേണ്ടുന്ന ഗുണങ്ങളും പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് പറഞ്ഞിട്ടും ഉണ്ട്. അതുകൊണ്ട് മുഫ്തികളാകുക എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യത്തിൽ മറുപടി കൊടുക്കാനാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്നിലധികം പ്രാവശ്യം കാണുകയും അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൗരത്വം വന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 50ഓളം ആളുകൾ ഇന്ത്യ രാജ്യത്തുള്ള മുഫ്തിമാർ ഡൽഹിയിൽ ഒന്നിച്ചു കൂടി പ്രധാനമന്ത്രിയോട് സമയം വാങ്ങി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് പ്രതികൂലമായിട്ടൊന്നും അന്ന് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഇന്ത്യയിലെ പൗരത്വം അത് മുസ്ലിമിനും പൗരത്വം കൊടുക്കണം, അതാണ് അവിടെ തർക്കമുണ്ടായിരുന്നത്. പുറമേ നിന്നായി വന്നാലും ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മറ്റ് ആളുകൾക്കും എല്ലാം കൊടുക്കാമെന്നും മുസ്ലിംകൾക്ക് കൊടുത്തുകൂടാമെന്നാണല്ലോ ഉണ്ടായിരുന്നത്. അതിനെതിരായി ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ട സമയത്ത് വിശദമായി സംസാരിക്കുകയും അദ്ദേഹം ഈ കാര്യത്തിൽ ചിന്തിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് BJP അധികാരത്തിൽ വന്നാലും ആര് വന്നാലും പറയുന്ന കാര്യങ്ങൾ അവരോട് പറയും. അതിനൊക്കെ സംഘടനയും ശക്തിയുമുണ്ട്. ഇത് മൂന്നാമത്തെ കേരള യാത്രയാണല്ലോ. ആദ്യത്തെ 2 കേരള യാത്രകൾ കഴിഞ്ഞു. എന്താണ് വ്യത്യാസം തോന്നുന്നത് ആ 2 യാത്രകളിൽ നിന്ന്? ഇതിലെ വ്യത്യാസം നമ്മൾ തട്ടി ഉണർത്തിയ യുവാക്കൾ എല്ലാം ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, ബോധവാന്മാരായിട്ടുണ്ട് എന്നൊരനുഭവമാണ് ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ ആദ്യത്തെ യാത്രയിൽ പങ്കെടുക്കാത്തവർ അല്ലെങ്കിൽ മാറി നിന്ന ആൾക്കാരൊക്കെ ഈ യാത്രയായിട്ട് വളരെ കൃത്യമായിട്ട് സഹകരിക്കുന്നത് കാണുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അതെ, അത് ശരിയാ. അത് ഞങ്ങൾ അത് വകവെക്കുകയില്ല. ആര് മാറി നിന്നാലും ആര് കൂടിയാലും ഞങ്ങൾ അതിനെ വകവെക്കുകയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഈ രാജ്യത്തെ ബഹുജനങ്ങൾ ഞങ്ങളുടെ പിന്നിലാണ് ഉള്ളത് എന്നും ബോധ്യപ്പെട്ടപ്പോൾ എല്ലാവരും ഇതിൽ സംബന്ധിക്കുന്നു. ഇപ്പോൾ സംബന്ധിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാവർക്കും വളരെ ആഗ്രഹം തന്നെയാണ് ഇതിലൊന്ന് സംബന്ധിക്കാനും സ്റ്റേജിൽ സീറ്റ് കിട്ടാനും സംസാരിക്കാനും എല്ലാം വളരെയധികം ആഗ്രഹത്തോടു കൂടി മുമ്പോട്ട് വരികയാണ്. നമ്മുടെ ഈ ലക്ഷ്യം അത് തന്നെയാണ്. നമുക്ക് ആരെയും അകത്തിക്കളയൽ ലക്ഷ്യമില്ല. എല്ലാവരെയും അടുപ്പിച്ച് കൊണ്ടുവന്ന് രാഷ്ട്രീയം അത് വരും പോകും, അത് നമ്മൾ അനുഭവത്തിൽ കാണുന്നതാണല്ലോ. ഭരണം അത് പലപ്പോഴും പോകും, പലപ്പോഴും വരും. അത് നോക്കി ഞങ്ങളുടെ ആദർശം മാറ്റാൻ പറ്റുകയില്ല. ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിക്കണം എന്ന ബോധമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇവിടെ 70% അതിലധികമോ ഉള്ളത് നോൺ മുസ്ലിംസാണ്. ഇതൊക്കെ ബോധമുള്ളവരാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം അല്ലാത്തവർക്കും മുസ്ലിംകൾക്കും ജീവിക്കാനും അവരുടെ മതങ്ങൾ നീതിയുക്തമായി പ്രചരിപ്പിക്കാനും അധികാരമുണ്ട് എന്നാണല്ലോ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. ആ നിലയിൽ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എതിര് അല്ലെങ്കിൽ അനുകൂലം
എന്ന് ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും അടുത്ത് വരാൻ കാരണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഈ ഈ എല്ലാ ഇത്തരം സമ്മേളനങ്ങളിലൊക്കെ ഒരു ഐക്യത്തിൻ്റെ ആഹ്വാനം കേൾക്കുന്നുണ്ട്. സുന്നി ഐക്യം. കാരണം ഇതൊക്കെ കുറേ പറയാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഒരു 10 കൊല്ലം മുമ്പായി ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഈ കൂടുതൽ അടുത്ത് വരുന്നതായിട്ട് ഉസ്താദിന് തോന്നുന്നുണ്ടോ? സുന്നി ഐക്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ എല്ലാ അടയാളങ്ങളും നമുക്ക് മനസ്സിലാക്കിയത്. ഇനി പേരിൽ മാത്രം ചില സംഘടനകൾ ഐക്യപ്പെടാനുണ്ട്. അത് സന്ദർഭം വരുമ്പോൾ ഐക്യപ്പെടാനുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള നീക്കം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ പരിപാടിയെ എതിർക്കാനും അതിനെ പരാജയപ്പെടുത്താനും ആളുകൾ ശ്രമിച്ചവരുണ്ടായിരുന്നു. ഇന്നതൊന്നും ഇല്ലാത്തത് മാനസികമായി എല്ലാവരും ഐക്യത്തിലാണ്. ഇനി എന്തെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. അത് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എല്ലാ മതങ്ങളും തമ്മിലുള്ള ഐക്യമാണ്, രാഷ്ട്രീയ കക്ഷികളുമായുള്ള ഐക്യമാണ്. അപ്പോൾ ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, കേരളം ഭരിക്കുന്നത് LDF ആണ്. മറ്റു പല സ്ഥലത്തും മറ്റു പല പാർട്ടികളും ഭരിക്കുന്നുണ്ട്. ഈ ഭരിക്കുന്ന ആളുകൾ ആരായാലും നമ്മുടെ ആശയം പറയാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ പല പദ്ധതികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഡൽഹി അനുമതി തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ് കൽക്കത്ത, അതേപ്രകാരം UP, UPയിലെ പെട്ട പല സ്ഥലങ്ങളും. അവിടെയെല്ലാം ഞങ്ങളുടെ മദ്രസകളും സ്കൂളുകളും വിദ്യാഭ്യാസ സംരംഭങ്ങളും ഉണ്ട്. അതിനൊന്നും ഒരു തടസ്സവുമില്ലാതെ എല്ലാ ഗവൺമെൻറ്റും നമുക്ക് അനുകൂലമായിട്ട് നിന്ന് വരുന്നത് ഞങ്ങൾക്ക് പാർട്ടി ഇല്ലാത്തത് കൊണ്ടാണ്.